അപ്പോൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന പോസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഇപ്പോൾ ലിസ്റ്റ് ആയിട്ടുണ്ട്. അതായത് ഇന്നലെ ഏപ്രിൽ 16-ന് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പോസിന്റെ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വൻ അബദ്ധം എന്നൊക്കെ എന്താ പറയുക, വൻ അബദ്ധം എന്നല്ല, എന്താ പറയുക, വൻ പരാജയമാണ് ഗൈസ്. അപ്പോൾ പോസ് ലിസ്റ്റ് ആയത് 0.0006, അതായത് പ്രീ മാർക്കറ്റ് പ്രൈസിലാണ്. 306 എന്ന് പറഞ്ഞൊരു പ്രൈസിലാണ് പോസ് ലിസ്റ്റ് ആയത്. എവിടെ വെച്ചാൽ ബൈബിറ്റിൽ പ്രീ മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്ന ആ റേഞ്ചിൽ തന്നെയാണ് ലിസ്റ്റ് ആയത്. പക്ഷെ അതിനുശേഷം എന്ത് പോസിന് സംഭവിച്ചു എന്നുള്ളത് ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം പോസ് ഭയങ്കര ഒരു സെല്ലിംഗ് പ്രഷറിന് കുറച്ചു നേരം ഇനീഷ്യലി അവിടെ ആ ഒരു 0.003 303 എന്ന് പറഞ്ഞ റേഞ്ചിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സംഭവിച്ചത് എന്താ വെച്ചാൽ സാധാരണ എല്ലാ ഒരു സ്കാം ഡ്രോപ്പ് ടോക്കൺസും സംഭവിക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് ഡംപായി പോസ് എന്ന് പറഞ്ഞൊരു ടോക്കൺ അങ്ങോട്ട് ഇല്ലാണ്ടാവുകയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെലിഗ്രാം എയർ ഡ്രോപ്സ് ഇനി ഫാം ചെയ്തിട്ട് കാര്യമില്ല. ഈ എയർ ഡ്രോപ്പ് സ്പേസിൽ നിലനിൽപ്പ് വേണമെങ്കിൽ ഇനി ബാക്കിയുള്ള ടെസ്റ്റ് നെറ്റ്സ് ഡീപിൻ പോലെയുള്ള പ്രൊജക്ട്സ് ഫാം ചെയ്യണം. ടെലിഗ്രാം പ്രൊജക്ട്സ് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന വർക്കിനോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എഫേർട്ടിനോ അല്ലെങ്കിൽ നമ്മൾ ഇറക്കുന്ന പൈസക്കുള്ള റിട്ടേൺ പോലും കിട്ടുന്നില്ല. കാരണം പോസ് എന്ന പ്രൊജക്റ്റിൽ കുറേ ഇൻവെസ്റ്റേഴ്സ് വലിയ വലിയ എമൗണ്ട് $100 ഒക്കെ ഇറക്കിയവർക്കൊക്കെ തിരിച്ചു കിട്ടുന്നത് $10 ഗൈസ്. അപ്പൊ ദയവ് ചെയ്ത് ടെലിഗ്രാം പ്രൊജക്ട്സ് ഇനി അങ്ങോട്ട് ഫാം ചെയ്യണ്ടെക്കുക. ചെയ്യുകയാണെങ്കിൽ തന്നെ OG പ്രൊജക്ട്സ്, അതായത് ഈ പോസ് എന്ന പോലെയുള്ള ഡോക്സിനെ കോപ്പി അടിച്ചിട്ടാണല്ലോ ഇപ്പോൾ പോസ് വന്നത്. പക്ഷെ പോസിലെ നല്ല പ്രതീക്ഷ, എനിക്കടക്കം നല്ല പ്രതീക്ഷ ഉണ്ടായതാണ്. കാരണം വലിയ വലിയ ടീമൊക്കെ ബാക്ക് ചെയ്തിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഏതൊരു ടെലിഗ്രാം എയർ ഡ്രോപ്പിനെയും പോലെ തന്നെ പോസും ഇല്ലാണ്ടാവാണ് ഉണ്ടായത്. പോസിന്റെ മാർക്കറ്റ് ക്യാപ്പിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതാണ് 200 മില്യൺ 100 മില്യൺ ഒക്കെ മാർക്കറ്റ് ക്യാപ്പ് എക്സ്പെക്ട് ചെയ്തതാണ്. ഞാനടക്കം ഒരു 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എക്സ്പെക്ട് ചെയ്തതിന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ സംഭവിച്ചത് നേരെ വിപരീതമായിട്ട് 20 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് ലിസ്റ്റ് ആയത്. അതായത് പ്രീ മാർക്കറ്റ് പ്രൈസിലല്ല, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രീ മാർക്കറ്റ് പ്രൈസിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാണ്ട് പ്രീ മാർക്കറ്റ് പ്രൈസിലാണ് ലിസ്റ്റ് ആയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സെക്ഷനിൽ പറയുണ്ടായി, ബൈബിറ്റാർ ഒരു പരിപാടിയാണ് പ്രീ മാർക്കറ്റ് പ്രൈസിലെ ടോക്കൺ ലിസ്റ്റ് ചെയ്യുള്ളൂ. അതേ ഒരു പരിപാടി തന്നെ എല്ലാ എക്സ്ചേഞ്ചുകാരും ചെയ്തു. ആ ഒരു പ്രൈസിൽ തന്നെ ടോക്കൺ ലിസ്റ്റായി. ടോക്കൺ അവിടുന്ന് സെല്ലിംഗ് പ്രഷർ കാരണം ഇടിഞ്ഞ് 20 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് അവിടേക്കൊക്കെ എത്തി. 30 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇനീഷ്യലി ലിസ്റ്റ് ആയ ടൈമിൽ. പിന്നെ ഇറങ്ങി 20 മില്യൺ 19 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഫുള്ളി ഡൈല്യൂട്ടഡ് വാല്യുവേഷൻ ആണ്. ഫുള്ളി ഡൈല്യൂട്ടഡ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ സപ്ലൈ, അതായത് 100 ബില്യൺ ടോട്ടൽ സപ്ലൈക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ക്യാപ്പ് ആണ് എന്ത് ഈ 20 മില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു 50 ബില്യൺ ടു ഒരു 62.5 ബില്യണിന്റെ ഉള്ളിലാണ് സർക്കുലേറ്റ് ചെയ്യുന്ന സപ്ലൈ, അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സപ്ലൈ. അപ്പോൾ ആ ഒരു സപ്ലൈക്ക് നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പറഞ്ഞാൽ വളരെ വളരെ കുറഞ്ഞ ഒരു നമ്പർ, അതായത് 9, 10, 13 മില്യൺ ആ ഒരു റേഞ്ചിലുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പാണ് കിട്ടുന്നത്. ഇതുവരെ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് ക്യാപ്പിൽ ഇറങ്ങിയ പ്രൊജക്ട് എന്നുള്ളത് പോസിന് കിട്ടും. ബിഗ്ഗസ്റ്റ് സ്കാം എന്ന് വേണേൽ പറയാൻ പറ്റും. ഈവൻ മാർക്കറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പിൽ ഇറങ്ങിയത്. എപ്പോഴും ഒരു ടോക്കണിന്റെ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ആ ഒരു ടോക്കണിന്റെ വാല്യൂവിനെ തീരുമാനിക്കുന്ന കാര്യം. അതായത് പ്രൈസ് അല്ല. പ്രൈസ് സപ്ലൈക്ക് അനുസരിച്ച് മാറാം. പക്ഷേ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ആ ഒരു പ്രൊജക്ടിന്റെ വാല്യൂ അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ ഇമ്പോർട്ടൻസ് തീരുമാനിക്കുന്ന ഘടകം. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈവൻ മേജർ പോലും 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ ഇറങ്ങിയിട്ട് മാർക്കറ്റൊക്കെ ക്രാഷ് ആയതിനു ശേഷമാണ് ആ ഒരു ചെറിയ മാർക്കറ്റ് ക്യാപ്പ്, അതായത് 10 മില്യൺ 13 മില്യൺ എന്താണ് ഇപ്പൊ മേജർ മാർക്കറ്റ് ക്യാപ്പ് തോന്നുന്നത്, ആ ഒരു മാർക്കറ്റ് ക്യാപ്പിൽ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇത് പോസ് ഇറങ്ങിയപ്പോൾ പോലും അത്രയും ചെറിയൊരു മാർക്കറ്റ് ക്യാപ്പിലാണ് ഇറങ്ങിയത്. ഈവൻ ഡെക്സ്, അതായത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ ഇറങ്ങിയ നോട്ട് പിക്സലിന് CX ലിസ്റ്റിംഗ്, അതായത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഇതുവരെ നോട്ട് പിക്സൽ നടത്തിയിട്ടില്ല. ഈ ഡെക്സിൽ മാത്രം ലിസ്റ്റ് ആയി. അപ്പോൾ ഡെക്സിൽ മാത്രം ലിസ്റ്റ് ആയ നോട്ട് പിക്സലിന് പോലും 30 മില്യൺ ഒക്കെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ലിസ്റ്റിംഗിന്റെ ടൈമിൽ തന്നെ. അതാണ് അതിന്റെ ഒരു ട്വിസ്റ്റ്. CX നോട്ട് പിക്സൽ ലിസ്റ്റ് ആവുമായിരുന്നെങ്കിൽ വലിയൊരു എമൗണ്ട് എത്തേണ്ട ഒരു പ്രൊജക്റ്റ് ആണ്. പക്ഷേ എന്താ പറയുക, അവരുടെ ടീമിന്റെ ഓരോരോ പ്രശ്നങ്ങൾ കാരണം അങ്ങനെയൊക്കെ നടന്നത്. ഇനിയിപ്പം മേ ബി ചീഫ് ലിസ്റ്റിംഗ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റൂല. അപ്പോൾ പോസിന്റെ സൈറ്റിൽ തന്നെ അവരുടെ വൈറ്റ് പേപ്പർ വന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പോസിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, റോഡ് മാപ്പ് എന്താണ്, എന്തൊക്കെയാണ് അവർ ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്നത്, ജോയിൻ ദ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ കുറേ സെക്ഷൻസ് ഉണ്ട്. സംഭവം എന്താ വെച്ചാൽ പോസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മീം കോയിൽ വെച്ചിട്ട് ഒരു Web3 നറേറ്റീവ് കൊണ്ടുവരാനൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇവർ പറയുന്നുണ്ട് പോസിന്റെ സീസൺ 2, അതായത് ഇവരെ വെബ്സൈറ്റിലും കാണാൻ സാധിക്കും നമുക്ക്. സീസൺ 2 വരാൻ പോവാണ്. അത് ബൈനാൻസ് സ്മാർട്ട് ചെയിനിലാണ്. ഇപ്പോൾ സൊളാനയിലാണ് സീസൺ 1 നടന്നത്. അതായത് സൊളാന OG കമ്മ്യൂണിറ്റിക്കൊക്കെയാണ് അലൊക്കേഷൻ ഒക്കെ കൊടുത്ത് സൊളാനയിലാണ് ഇപ്പോൾ ടോക്കൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേമാതിരി തന്നെ ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ പോസ് എന്ന് പറഞ്ഞ ടോക്കൺ ലോഞ്ച് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ടോക്കൺ ഹോൾഡ് ചെയ്യണോ സെല് ചെയ്യണോ എന്ന് വെച്ചാലും ഞാൻ പറയും എന്തായാലും സെല് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം വലിയൊരു ഗ്രോത്ത് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്തൊരു ടോക്കണാണ്. ആൻഡ് അണ്ടിൽ ബൈനാൻസ് ലിസ്റ്റിംഗ്, അതായത് ബൈനാൻസ് ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഓക്കെ, ചിലപ്പോൾ മേ ബി ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതുവരെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ മേ ബി ബൈനാൻസ് BSC ചെയിനിൽ, അതായത് ബൈനാൻസ് സ്മാർട്ട് ചെയിനിലുള്ള പോസ്, അതായത് ഇപ്പോൾ മൾട്ടി ചെയിൻ വരാൻ പോകുന്നത്. അതിന് ശേഷം ഇവരിവിടെ കാണിക്കുന്നുണ്ട് ഇത് പോളിഗൺ ചെയിൻ, എതേരിയം, അങ്ങനെ വേറെ ബ്ലോക്ക് ചെയിനിലേക്ക് അവർ നീങ്ങാൻ പ്ലാൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഇപ്പോൾ സൊളാന ഒക്കെ ടിക്കായി കഴിഞ്ഞു.
അതിനുശേഷം ബൈനാൻസ് സ്മാർട്ട് ചെയിൻ, അതിനുശേഷം മേ ബി പോളിഗൺ മാറ്റിക് അല്ലെങ്കിൽ എതേരിയം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ചെയിനിലേക്ക് അടുത്തതായിട്ട് നീങ്ങും. അങ്ങനെ അങ്ങനെ മൾട്ടിപ്പിൾ സീസൺസ് ഉള്ള വലിയൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് പോസ് അവർ ഉദ്ദേശിക്കുന്നത്, പോസിന്റെ ടീം ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം ടെലിഗ്രാമിൽ തുടങ്ങിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ ഒന്നും ആരും വെക്കണ്ട. ഇപ്പം നോക്കിയിട്ട് കളിക്കുക. ഇപ്പോഴുള്ള ടോക്കൺസ് എന്തായാലും സെല് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത സീസണിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴേ ഉള്ളൂ മേ ബി ടോക്കൺ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു കംബാക്ക് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഇവരിവിടെ പറയുന്നുണ്ട് വെബ് 2 പാർട്ട്ണർഷിപ്പ് ഒക്കെ കൊണ്ടുവരുന്നൊക്കെ. അതൊക്കെ എല്ലാ പ്രൊജക്റ്റും പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ പോസിന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, പക്ഷേ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സെല് ചെയ്യുക. എത്ര പെട്ടെന്ന് സെല് ചെയ്യുക, എത്ര പെട്ടെന്ന് ഓൺ ചെയിൻ ക്ലെയിം ഒക്കെ ചെയ്യാനുള്ള ഒരു ക്ലെയിം ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ പോസ് ഓൺ ചെയിൻ ക്ലെയിം ചെയ്യാൻ കഴിയുന്നുള്ളത് നോക്കാം. ഇപ്പോൾ പോസ് ടോക്കൺ ഓൺ ചെയിൻ ക്ലെയിം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഫാൻഡം വാലറ്റ്, അതായത് നമ്മളെ ഫാൻഡം വാലറ്റ്, നമ്മുടെ ഫാൻഡം വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഫാൻഡം വാലറ്റിൽ ഈ സെക്ഷൻ, അതായത് ഈ സെർച്ച് അല്ലെങ്കിൽ ഈ സെക്ഷനിൽ, അതായത് ഈ സെർച്ച് എന്ന് കാണിക്കുന്ന സെക്ഷനിൽ നമ്മൾ പോയിട്ട് നമ്മൾ പോസിന്റെ, ഒന്നുകിൽ ഇവിടെ പോസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോസ് ഡോട്ട് കമ്മ്യൂണിറ്റി, അതായത് അവരുടെ വെബ്സൈറ്റ് എൻ്റർ ചെയ്യുക. കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഒന്ന് തെറ്റിപ്പോയാൽ ചിലപ്പോൾ സ്കാം സൈറ്റ്സിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ടി ജി ഡാഷ്ബോർഡിൽ പോവുക. ടി ജി ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മളെ ഫാൻ്റെ വാലറ്റ് കണക്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഫാൻ്റെ വാലറ്റ് കണക്ട് ചെയ്യുക. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഡാഷ്ബോർഡിലേക്ക് നമുക്ക് എത്തും. ഡാഷ്ബോർഡിൽ നമുക്ക് എത്ര അലൊക്കേഷൻ ഉണ്ട്, എത്ര നമുക്ക് ക്ലെയിം ചെയ്യാണ്ട് എന്നുള്ളത് കാണിക്കും. പെട്ടെന്ന് തന്നെ ക്ലെയിം ചെയ്യാൻ നോക്കുക. കാരണം പോസിന്റെ പ്രൈസ് ഇതപ്പോൾ ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ കുറവാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ക്ലെയിം ചെയ്തിട്ട് ബാക്കി നടപടികൾ, അതായത് സെല് ചെയ്യുക, സ്റ്റേക്ക് ചെയ്യുക, എന്താ വെച്ചാൽ നടപടികളിലേക്ക് കടക്കണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോറി, സ്റ്റേക്കിംഗ് ഇതുവരെ വന്നിട്ടില്ല. സെല് ചെയ്യുന്നത് ഏറ്റവും എത്രയും പെട്ടെന്ന് സെല് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ക്ലെയിം കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ കൊടുത്തതിന് ശേഷം ഓൺ ചെയിൻ വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അത് പ്രസ് ചെയ്യാം. അപ്പോൾ ചോദിക്കും ഇത്ര എമൗണ്ട് സോൾ, അതായത് 0.401 സോള് നെറ്റ്വർക്ക് ഫീ ആയിട്ട് വേണമെന്ന് പറയും. അപ്പോൾ ഈ സോള് കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയിടണം. പക്ഷേ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയിടുമ്പോൾ മിനിമം 0.1 സോളാണ് ലിമിറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള. അപ്പോൾ അത്രയും സോള് വാങ്ങണ്ടാത്തവർക്ക്, അതായത് അത്രയും സോള് വാങ്ങാൻ ഫണ്ടില്ലാത്തവർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, സോൾ ഫ്ലെയർ വാലറ്റ് ഉണ്ട്. ഫാൻറ്റം പോലെ തന്നെ സൊളാനൻ്റെ വേറൊരു വാലറ്റാണ് സോൾ ഫ്ലെയർ. സോൾ ഫ്ലെയറിൽ നമുക്ക് 100 രൂപയ്ക്ക് പോലും സോള് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് താഴെ ലിങ്ക് ചെയ്യാം, എങ്ങനെ വാങ്ങേണ്ടതെന്ന്. UPI വെച്ചിട്ടൊക്കെ വാങ്ങാൻ പറ്റും. അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയലായിട്ട് ഒരു വീഡിയോ ആ ഒരു സർവീസ് പ്രൊവൈഡർ തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. അതായത് സോൾ ഫ്ലെയറിന് ആ ഒരു UPI ടു സോൾ കൺവേർഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. അത് ഞാൻ ജസ്റ്റ് താഴെ ലിങ്ക് ചെയ്യാം. അത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പേ ചെയ്യേണ്ടത്, എത്ര രൂപയ്ക്ക് വാങ്ങണം. മിനിമം 100 രൂപയ്ക്ക് വരെ സോള് വാങ്ങാൻ പറ്റും. 100 150 സോളേ വേണ്ടി വരുള്ളൂ കൂടി പോയാൽ ക്ലെയിം ചെയ്യാൻ. 150 ഒന്നും വേണ്ടി വരില്ല, 100 110 രൂപേൻ്റെ സോളിൽ, അതായത് $1 വർത്ത് സോളൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പോൾ 100 രൂപയ്ക്കൊക്കെ സോള് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇതാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വീണ്ടും കൺഫേം ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. ഇവിടെ നെറ്റ്വർക്ക് ഫീ ആയിട്ട് കാണിക്കുന്ന പറയുന്നത് 0.401 സോൾ ആണെങ്കിൽ കൂടെ അവർ 0.20694, അതായത് 0.207 എമൗണ്ട് സോള് അവർ ക്ലെയിമിംഗ് ഫീ ആയിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കൺഫേം ഇടുക. കൺഗ്രാറ്റ്സ്, നമ്മുടെ വിഡ്രോവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കാണിക്കും. അതിനുശേഷം നമ്മളുടെ വാലറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മളുടെ വിഡ്രോവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഇത് ഈ ടോക്കൺ ഇവിടെ നിന്ന് തന്നെ സ്വാപ്പ് ചെയ്യാൻ പറ്റും. അതായത് അവിടെ നിന്ന് തന്നെ സ്വാപ്പ് ചെയ്തിട്ട് സോളാക്കുക, അല്ലെങ്കിൽ ഈ ഒരു ടോക്കണിനെ എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യുക. എത്രയും പെട്ടെന്ന് സെല് ചെയ്തിട്ട് രക്ഷപ്പെടാൻ നോക്കുക. ഇനി ടെലിഗ്രാം പ്രൊജക്ട്സ് ചെയ്യാണ്ടിരിക്കുക. ഇനി ഡീപിൻസും ടെസ്റ്റ് നെറ്റ്സും, അതായത് ഡീപിൻ പ്രൊജക്ട്സും ടെസ്റ്റ് നെറ്റ്സും, അതായത് ഡീസെൻട്രലൈസ്ഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡീസെൻട്രലൈസ്ഡ് രീതിയിൽ നമ്മുടെ ബ്ലോക്ക് ചെയിനിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്തിട്ട്, ബ്ലോക്ക് ചെയിനിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ കൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിന് റിവാർഡ് കിട്ടുന്നതാണ് ഡീപിൻ പ്രൊജക്ട്സ്. അതേപോലെ തന്നെ ടെസ്റ്റ് നെറ്റ്സ്, ഒരു മെയിൻ നെറ്റ് ഇറക്കുന്നതിന് മുന്നേ ആ ഒരു ടെസ്റ്റ് നെറ്റ് റൺ ചെയ്തിട്ടൊക്കെ മെയിൻ നെറ്റ് ഇറക്കുള്ളൂ. അപ്പോൾ ടെസ്റ്റ് നെറ്റ്സിൽ അങ്ങനത്തേലൊക്കെ പങ്കെടുത്താൽ ഇനി എന്തെങ്കിലും കാര്യമായ റിട്ടേൺ നമുക്ക് കിട്ടും തോന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത വീഡിയോസിലൊക്കെ എന്താ നല്ല പ്രൊജക്ട്സ് ഉള്ളതിനൊക്കെ പറ്റിയിട്ടൊക്കെ എന്തായാലും ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട് ഏതാ നല്ല ഡീപിൻ പ്രൊജക്റ്റ് ഉള്ളത്, ഏതാണ് ഗ്രാസ് പോലത്തെ നല്ല പ്രൊജക്റ്റ് ഉള്ളത്, ഏതാണ് നല്ല ടെസ്റ്റ് നെറ്റ്സ് ഉള്ളത് ചെയ്യാൻ പറ്റിയത് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ പ്രൊജക്റ്റിനെ പറ്റി അടുത്ത വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധികം ആൾക്കാർ വീഡിയോ കണ്ടുപോകുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് നല്ല സപ്പോർട്ടാവും. ഞാൻ എന്തായാലും പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് നല്ല നല്ല പ്രൊജക്ട്സിനുമായിട്ടുള്ള വീഡിയോസ് ഇടുന്നതാണ് ചാനലിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.